നമ്മൾ ഈ കണ്ടന്റ് എടുക്കണ്ട എന്ന് ആദ്യം തൊട്ടേ വിചാരിച്ചതാണ്. പക്ഷേ എടുത്തു പോവും. കാരണം ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ മമിത ബൈജു ആണ്. സത്യം പറഞ്ഞാൽ വിജയ് ഒരു പ്രസംഗത്തിനിടയിൽ തമ്പി കീഴേ ഇറങ്ങപ്പ എന്ന് പറയുന്ന പോലെ മമിത ഏറി നിൽക്കുന്ന മമിതയോട് മമിത ഒന്ന് കീഴേ ഇറങ്ങപ്പ എന്ന് വിജയ് പറയുന്നത് പോലെ ഉണ്ട് നിലവിൽ. സംഭവം മറ്റൊന്നുമല്ല, സംഭവം ഇതാണ്. ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് ഭയങ്കര ഗ്രാൻഡ് പരിപാടി മലേഷ്യയിൽ വെച്ച് അടിപൊളിയായിട്ട് നടത്തുന്നു. ആ സമയത്ത് ഓരോരുത്തരായി വന്ന് പ്രസംഗിക്കുന്നു. ഈ പ്രസംഗത്തിൽ എല്ലാവരും കാത്തിരുന്നത് വിജയുടെ പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ താരങ്ങളുടെ മറ്റ് ആർട്ടിസ്റ്റുകളുടെ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരായി സ്റ്റേജിൽ കയറിയപ്പോഴാണ് നമ്മുടെ മലയാളി പെൺകുട്ടി മമിത ബൈജു സ്റ്റേജിലേക്ക് കയറിയത്. മമിത സ്റ്റേജിൽ കയറിയതിന് പിന്നാലെ മലയാളികളെല്ലാവരും വലിയ ആഘോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നു. കാരണം മമിതയെ പോയ റേഞ്ച് ഹൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയധികം വലുതാണല്ലോ. മമിത എവിടെയൊക്കെ എത്തി, ഇവിടെ നിന്ന് താഴെ തട്ടിൽ നിന്നും വളരെയധികം ഒരു സൈഡ് ആർട്ടിസ്റ്റ്, ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങിയ മമിത പിന്നീട് നായികയുടെ സപ്പോർട്ടിംഗ് ക്യാരക്ടറായി, അതിനുശേഷം നായികയായി, പിന്നീട് മലയാളത്തിൽ ഒരു ഹിറ്റ് പടം നൽകി, അതിനുശേഷം പിന്നെ തമിഴ്നാട്ടിൽ പോയി ഇപ്പോൾ സൂര്യയുടെ കൂടെ സിനിമ ചെയ്യുന്നു, വിജയുടെ കൂടെയുള്ള സിനിമ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഡ്രീം ലൈനപ്പ് എന്നുള്ളതല്ല, അതൊന്നും പറയാനില്ല. എന്തായാലും മമിത സ്റ്റേജിൽ കയറിയതിന് ശേഷം സ്വാഭാവികമായിട്ടും വിജയുടെ അവസാനത്തെ സിനിമയാണ്. അപ്പോൾ വിജയോടുള്ള ഫാൻ ഗേൾ മൊമെൻറ്റ് കാണിക്കണം, കൂട്ടത്തിൽ ഒരു മലയാളി മൊമെൻറ്റ് കാണിക്കണം, കൂട്ടത്തിൽ എല്ലാവരോടും നന്ദി പറയണം. അതിനൊപ്പം തന്നെ വിജയ് എന്ന നടനോടുള്ള എത്രമാത്രം ആരാധനയുണ്ടെന്നുള്ളത് എക്സാമ്പിൾ വൈസ് പറയണം. അങ്ങനെ പല പല ഹേർഡിൽസും താണ്ടാൻ വേണ്ടിയിട്ട് മമിത ഒരു കഥ അങ്ങോട്ട് കാച്ചി. ആ കഥ ഇങ്ങനെയാണ്. ഞാനും എൻ്റെ അനിയനും എൻ്റെ അച്ഛനും കൂടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അനിയൻ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയും, പോയി 4 അക്ഷരം എടുത്ത് പഠിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ അനിയൻ പറയുന്നത് ഈ അഴകിയ തമിഴ് മകൻ എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. ആ ഗാനത്തിൻ്റെ വരി മമിത പറയുന്നുണ്ട്. അതായത് നാളെ ഇൻട്രൈ ഇറക്കാതെ എന്നൊക്കെ പറഞ്ഞ് മമിതയുടെ അനിയൻ പറയുമെന്നും തൊട്ടടുത്ത സെക്കൻഡിൽ മമിതയുടെ പിതാവ് തിരിഞ്ഞു നോക്കിയിട്ട് മമിതയുടെ സഹോദരനോട് ഇൻട്രൈ ഇടുന്ന നാളെ ഇരിക്കും, അത് നീ മറക്കാതെ എന്നൊക്കെ പാടുന്നുണ്ട്. ഇതൊക്കെ പാടുമ്പോൾ വിജയുടെ എക്സ്പ്രഷൻ കാണണം. വിജയ് ഒരുമാതിരി മറ്റേ ഫ്രണ്ട്സിലെ ക്ലൈമാക്സിൽ ഇങ്ങനെ ഇരിക്കണമല്ലോ, ഇങ്ങനെ ഇരിക്കുക, എന്താ ഈ പെണ്ണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ് വിജയ് ഇരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇതെടുത്ത് അങ്ങ് അതായത് ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ മമിത ബൈജുവിൻ്റെ റീൽസാണ്. ആദ്യമേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് മമിതയെ ഡീഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല, ഭയങ്കര ഒരു ട്രോൾ സെൻസിൽ മാത്രം എടുത്താൽ മതി. കാരണം ഈ പരിപാടി അങ്ങനെ ഒരു ട്രോൾ സെൻസിൽ നമ്മൾ ചെയ്യുന്നതല്ല, അതുകൊണ്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അതിനിടയിൽ വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്റ്റാച്യൂട്ടറി വാർണിംഗ് പോലെ ആദ്യമേ പറയുന്നത്. ഇതൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി. അതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ മമിത എയറിലാണ്. മമിത എയറിലാവാൻ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഈ പാട്ട് പാടിയതാണ് പലർക്കും പ്രശ്നമായത്. ചിലർ പറയുന്നത് വിജയ് മുന്നിലിരിക്കുമ്പോൾ ഇങ്ങനെ തള്ളാൻ വേണ്ടി വേറെ ഒരു നല്ല കഥയും കിട്ടിയില്ലേ, ഇങ്ങനെ പാട്ടൊക്കെ വെച്ചൊരു കഥയെ കിട്ടിയുള്ളൂ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. നേരെ മറിച്ച് മമിതയാവട്ടെ ആ സമയത്ത് മമിത സംസാരിച്ച രീതിയിൽ പലർക്കും തോന്നിയില്ല. പക്ഷെ പിന്നീട് ഇത് കേൾക്കുമ്പോഴാണ് പലർക്കും ഇതിനകത്തൊരു ട്രോൾ സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ എന്നുള്ള ചിന്തയൊക്കെ വന്നത്. എന്തായാലും ജോക്സ് അപ്പാർട്ട്, മമിത ഇപ്പോൾ എത്തി നിൽക്കുന്ന കരിയർ അത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. പല താരങ്ങൾക്കും, പ്രത്യേകിച്ച് സ്ത്രീ താരങ്ങൾക്കൊക്കെ തന്നെ, വനിതാ താരങ്ങൾക്കൊക്കെ തന്നെ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഹൈറ്റിലാണ് മമിത ഇപ്പോൾ നിൽക്കുന്നത്. അത് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇപ്പോൾ തൻ്റെ കരിയറിൽ റീനു എന്ന് പറയുന്ന ഇപ്പോൾ കഥാപാത്രം പ്രേമലു എന്ന സിനിമയിലൂടെ ചെയ്തതിന് ശേഷം എത്ര വലിയ ലെവലിലേക്ക് മാറി. രാജമൗലി ഉൾപ്പെടെ മമിതയുടെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുകയും പുകഴ്ത്തുകയും ഒക്കെ തന്നെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പിന്നീടാണ് മമിത ജനനായകൻ എന്ന സിനിമയിലേക്ക് വരുന്നത്. ജനനായകൻ ഭഗവന്ത് കേസരി എന്ന നന്ദമുരി ബാലകൃഷ്ണ തെലുങ്കിൽ ചെയ്ത സിനിമയുടെ റീമേക്ക് ആണെന്നുള്ളത് വ്യക്തമാണ്. ആ സിനിമയിൽ ശ്രീലീല ചെയ്ത കഥാപാത്രമാണ് മമിത ബൈജു ഇവിടെ ചെയ്യുന്നത്. ശ്രീലീല എത്ര വലിയ കഥാപാത്രമാണ് ഭഗവന്ത് കേസരിയിൽ ചെയ്തതെന്ന് ഭഗവന്ത് കേസരി കണ്ടവർക്കൊക്കെ തന്നെ അറിയാം. കാജൽ അഗർവാളുടെ വേഷമാണ് ഇവിടെ പൂജ ഹെഗ്ഡെ ചെയ്യുന്നത്. കാജൽ അഗർവാളിന് മികച്ച വേഷമാണ്. പക്ഷേ ഒരു പടി മുകളിൽ ആ സിനിമയിലെ നായിക എന്ന് പറയുന്നത് ശ്രീലീല തന്നെയാണ്. കാരണം ശ്രീലീലയുടെ ആസ്പെക്റ്റ് കണ്ണിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ശ്രീലീലയുടെ കഥാപാത്രം മമിത ബൈജു ചെയ്യുമ്പോൾ അത്രയധികം പ്രാധാന്യമുള്ള വേഷം വെറുതെ 1-2 മിനിറ്റിൽ വരുന്നതല്ല. ശ്രീലീല അതിനകത്ത് ചിറ്റപ്പ എന്നാണ് നന്ദമുരി ബാലകൃഷ്ണനെ വിളിച്ചിരുന്നത്. പക്ഷേ ഇവിടെ മമിത അപ്പ എന്ന് വിളിക്കുന്നത് നമുക്ക് ട്രെയിലറിൽ കാണാം. ആ അപ്പ വിജയ് ആണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചില കഥാപരമായിട്ടുള്ള ചെറിയ ചേഞ്ചസ് മാറ്റിയിട്ടുണ്ടാകാം. അങ്ങനെ വിജയോടൊപ്പം ഉടനീളം ഉണ്ടാകും മമിത ഈ സിനിമയിൽ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ഇനി അടുത്തത് സൂര്യ 46-ലും നിൽക്കുന്നത് മമിതയാണ്. അത് ഒരു പ്രധാനപ്പെട്ട വേഷമാണ്. ആൻഡ് സൗത്ത് ഇന്ത്യയിലെ വേറെ 2 പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളുമായിട്ട് മമിത ഉടനെ തന്നെ സിനിമ ചെയ്യാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ട്സ് ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത് മമിത ആസ് എ നായികയുടെ ഗ്രോത്ത്, അതും ഇത്ര ചെറിയ ടൈമിൽ ഈ ഒരു പ്രായത്തിൽ
ഇത്രയും ഗംഭീരമായ വേഷങ്ങളിലേക്ക് മമിത ഉയർന്നു. മലയാളത്തിൽ മാത്രം ഒതുങ്ങാതെ മറ്റ് ഇൻഡസ്ട്രികളിൽ പോയി അവിടെ പ്രധാനപ്പെട്ട നായിക വേഷം ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. ആ രീതിയിലേക്കാണ് മമിതയുടെ വളർച്ച, ഗ്രോത്ത് നോക്കി കാണേണ്ടത് എന്നുള്ളതാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ട്രോളുന്നവർക്കും അറിയാം, വെറുതെ തമാശയ്ക്ക് ചുമ്മാ കുറച്ച് നേരം ചിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നേരം പോക്കിന് വേണ്ടി മാത്രം ട്രോളുന്നതാണ്. ഇതൊന്നും മാനസികമായിട്ട് മമിത ബൈജുവിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. കാരണം ഇത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു ട്രോളാണ്. ഇത് അതിൻ്റെ പേരിൽ മമിതയെ തേജോവധം ചെയ്യാനോ വ്യക്തിഹത്യ ചെയ്യാനോ ഇവിടെ ആരും നിൽക്കത്തില്ല. കാരണം ഈ ട്രോളുന്നവർക്ക് തന്നെ അറിയാം മമിത അത് ആ ഒരു രീതിയിൽ പറഞ്ഞതാണ്, ഒരു ഫൺ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് എന്നുള്ളത്. സോ ജസ്റ്റ് എ ഹെൽത്തി ട്രോൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ഹെൽത്തി ട്രോൾ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റെടുക്കാനുള്ള കാരണവും. പക്ഷേ മമിത ബൈജു എന്ന ഈ വ്യക്തി അല്ലെങ്കിൽ ഈ നായിക ഇപ്പോൾ പോകുന്ന രീതി എന്ന് പറയുന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്നതും അതിനേക്കാളുപരി ഏവരെയും അസൂയപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കുമാണ് മമിതയുടെ ഗ്രോത്ത് ഗ്രാഫിലെ രീതിയിലും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ജനനായകനിൽ മമിത എങ്ങനെയായിരിക്കാം ഈ സിനിമയിലുടനീളം ഉണ്ടാകുക എന്നുള്ളൊരു കാര്യവും കൂടി നിൽക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് മമിതയുടെ ഈ ട്രോളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.